இன்னைக்கு நம்மளோட காடமம் பிளக்கர் லிசியம்மா நம்ம கூட இருக்காங்க. ஸோ ஏலக்காய் பறிக்கிறதுல என்னென்ன பிரச்சனை இருக்கு, ஸோ அவங்க என்னென்ன வேலை டெய்லி பண்றாங்கன்றத நம்ம அவங்ககிட்டயே കേട്ട് தெரிஞ்சுக்கலாம். മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൂടൊക്കെ ചൂട് നിന്ന് എടുക്കണം. അത് കഷ്ടമുണ്ട്. കൂടുതൽ മഴയായാൽ അഴുകി പോകും. മഴ കുറഞ്ഞാൽ ഏലക്ക പിടിക്കാതെ വരും. അപ്പൊ കർഷകർക്ക് അത്ര ലാഭത്തിൽ വരില്ല. നല്ല കാലാവസ്ഥ നല്ലതാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഏലം കൃഷി കൊണ്ട് ലാഭമുള്ളൂ. അപ്പൊ വില കുറഞ്ഞാലും ഞങ്ങൾക്ക് നഷ്ടമാണ്. മരുന്നുകൾക്കും കീടനാശിനികൾക്കും വളത്തിനൊക്കെ ഭയങ്കര വിലയാണ്. അത് കാരണം കൊണ്ട് ഏലകൃഷി വില കിട്ടിയാൽ മാത്രമേ ലാഭമുള്ളൂ. മഴ കൂടുതലായിട്ടുണ്ടെങ്കിൽ അട്ടയുടെ ശല്യം ഉണ്ടാവും. പിന്നെ പാമ്പ് അത്ര വലിയ ശല്യമില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ മരങ്ങളും പ്ലാവുകളും കൊമ്പുകളൊക്കെ ഉള്ള കാരണം കൊണ്ട് മഴയും കാറ്റും വന്നാൽ വേല ചെയ്യാൻ പ്രയാസമുണ്ട്. ഞങ്ങളൊരു 15-20 വർഷത്തോളമായി ഈ പണി ചെയ്യുന്നു. 1 മണിക്കൂർ നേരത്തില് നല്ല കായുള്ള, അത് ഈ തോട്ടത്തിന്റെ അനുസരിച്ചിരിക്കും. നല്ല കായ ഇരുന്നാൽ ഞങ്ങൾ 1 മണി നേരത്തില് ഒരു 15 കിലോ കായ എടുത്തിട്ട് ഒരു നാള് 20-25 നല്ല തോട്ടങ്ങളിൽ കാലയില് 8:15 ഞങ്ങള് വേലയ്ക്ക് ഇറങ്ങും. പോകുമ്പോൾ 3:30 പോകും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വേലയാണ്. ഇരുന്നൊക്കെ ചെയ്യാൻ വെയിലാണെങ്കിൽ അത് കാരണം இஷ்டமுள்ள வேலையா. மக்களே பார்த்திருப்பீங்க, அவங்க வேலையை சொல்றப்ப ரொம்ப சிரிச்சுக்கிட்டே அவங்க சொல்லியிருப்பாங்க. இவ்வளவு வேலையுமே அவங்க ரசிச்சு பண்றதுனால அவங்களுக்கு கஷ்டம் எதுவும் தெரியல. இந்த இடமே பாருங்க எவ்வளவு ஒரு புதக்குழி மாதிரி இருக்குன்றது. எல்லாமே காட்டுப்பகுதியா இருக்கனால ரொம்ப சேஃப்டியா இருந்தா மட்டும்தான் நம்ம வேலை பார்க்க முடியும். மழை பெஞ்சாலும் சரி, வெயில் அடிச்சாலும் சரி, இவங்க வேலையை செஞ்சுக்கிட்டே தான் இருப்பாங்க. இந்த மாதிரி ஏலக்காய் சம்பந்தப்பட்ட இன்ட்ரெஸ்டிங்கான வீடியோ பார்க்க நம்ம பேஜை மறக்காம ஃபாலோ